കാക്കോ ഓ ഞാൻ ട്രോളി എടുത്ത് പോവുക നിങ്ങൾ വരുന്നോ? എടുത്തേക്കാ. പിന്നെ കാസർഗോഡേക്കാ? അല്ല ദുബായ്. നീ കാസർഗോഡിന്റെ അപ്പുറം ഇതുവരെ പോയിക്കോ? ഓ എടാ ഞാൻ പോയിക്കേ. ആ വടകരയായിരിക്കും എൻ്റെ കൂടി ഒന്ന്. ഇല്ല ദുബായ് പോവാന് പെട്ടി മാത്രം പോരാ മോളെ, അതിന് വിസയോ ടിക്കറ്റും എല്ലാം വേണോ? ഇനി പറയിപ്പിക്കല്ലോ വെറുതെ ഒരു യൂട്യൂബറായിട്ട്. പാസ്പോർട്ട് മാത്രം കാണിച്ചാ പോവാനാവുവോ? പാസ്പോർട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല. എടാ വാവ കരയാന്ന്, ഓന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓനെ കൂട്ടാണ്ട് പോനാൻ തന്നെ മുറ്റേ വാവേ. അപ്പോൾ വാവേനെ അവിടെ കെടുത്തിയിട്ട് നൈസായിട്ട് നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിറച്ചും വാവക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് അല്ലേ? അതെ, പല തരത്തിലുള്ള ഗിഫ്റ്റ്. ഇതൊക്കെ കുറച്ച് മുമ്പേ കാണിക്കേണ്ടതാ. പിന്നോ ഈ റമദാൻ മാസമായിട്ട് കാണിക്കണ്ടേ? എന്താ പിന്നെ അവനെ എടുക്കണോ? നമ്മളൊരു കാര്യം ചെയ്യാം, ട്രൈപോഡിൽ വെച്ചിട്ട് അവനെ എടുക്കാം, എന്നിട്ട് ഇത് നിരത്തി വെക്കാം. ഇല്ലടാ കഴിഞ്ഞടാ. ഓനെ എടുക്കാണ്ട് അങ്ങനെ ഇപ്പൊ വീഡിയോ എടുക്കണ്ടെന്ന് അവൻ പറഞ്ഞ. എടുക്കാ അത് പോട്ടെ, നിങ്ങളെ നമ്പർ അവിടെ വെച്ചേക്ക്. മറ്റേ പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പുറത്തും ഉണ്ട് കേട്ടോ കുറേ. എനിക്ക് കിട്ടിയത് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ബാവേ എന്നാലും എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇത് തുറക്കല്ലേ നമ്മള്? ബാവേ അല്ലേ എടാ തുറക്കട്ടെ? ആന്നാ അവൻ പറയുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യല്ലേ? ഇതൊക്കെ നമ്മളിവിടെ പിന്നെ ആദ്യം തന്നതാരേന്ന് ഓർമ്മ ഉണ്ട് എനിക്ക്? ആരാ? ആരേനു? സുലുവിന്റെ മോളാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് തന്നെ. ഛർദിച്ചാ? അവിടെ വെക്കുന്ന തൽക്കാലം ക്ലീൻ ആക്കട്ടെ. ഇപ്പൊ ഛർദിച്ച് ഷർട്ട് മാറ്റി 10 മിനിറ്റ് നീ സമ്മതിക്കോ? എന്റെ ഇനി പണ്ടത്തെ പോലെ ഒന്നും വീഡിയോ വെക്കാനാവില്ല എന്നോ പറയുന്ന കേട്ടോ. അവേ ഷർട്ട് കാണിച്ചേട്ടെ? അവന്റെ ഷർട്ട് എനിക്ക് വേണ്ടാന്നാ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് അങ്ങനെയൊക്കെ അങ്ങ് എടുക്കുക അല്ലേ? അതാണ് ഇപ്പൊ നടക്കുള്ളൂ. കാരണം അവനിപ്പോൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അവൻ ഉറങ്ങുന്നൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അവന് തന്ന ഡ്രസ്സുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലേ? ഇതവന് കിട്ടിയതാ ഈ മുണ്ടൊക്കെ. ഇത് പഴയ മുണ്ടും ഒക്കെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവന് കിട്ടിയാന്ന് പറഞ്ഞിട്ട്. ഇതേതാ ഈ ചുവന്ന ടർക്കി ആയിരുന്നു കിട്ടിയേ? ആരേ? അവലുണ്ടോന്നേനോ? ഞാൻ ഇല്ലേനു അന്നേരം. ഇത് യൂസ് ചെയ്തില്ലാലോ നീ? ആ പുറത്തൊക്കെ പോകുമ്പോ. ഓ ഊട്ടി, ഇത് നല്ല രസമുണ്ട് അല്ലേ? ഇത് സൂപ്പർ ആയിക്കോട്ടോ. തൊപ്പിയുള്ള ഐറ്റാണ് ടർക്കി. പിന്നെ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാലോടോ ഇനി. വിചാരിച്ചില്ല നിറച്ച് ഗിഫ്റ്റുകളാന്നല്ലേ. അതിൽ കുറച്ച് പഴയ ലുങ്കിയും കുറച്ച് പിന്നെ ഇത് പറ്റിക്കലായി പോയല്ലോ. ഒരു എടാ ഈല്ല ഉള്ള ശരി അത് പറയാണ്ട് ഇനി. എടാ ഇതിൻ്റെ അകത്തുണ്ട്. ഓൻ്റെ കൈ കൊടുക്കാൻ പറ്റിയതാ. ഓവർ സൗണ്ട് അല്ലേ? പി പി വേണോ? അവേ പി പി അവേ അവേ പി പി ആണോ? കുറച്ചുകൂടി കൈയാണോ? ഇതെടുത്ത പി പി. ഇന്ന് നല്ല ഒരു അടിപൊളി ഒരു ഇതാരെ ഇനി ഷൂ തന്നേടാ? ആണേ തന്നോലെ പേരെടുത്ത് പറയണോ? ഓലിക്കൊരു പ്രചോദനാവട്ടെ. പേരറിയുന്നൊക്കെ പറയാല്ലേ? ഇതാടാ മുടിക്കുടിക്ക് കൊണ്ടുവന്നേ. മുടിക്കുടിക്കിൻ്റെ ഇതാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ പല തരത്തിലുള്ള ഐറ്റംസ് ആട്ടോ. തൊപ്പികൾ തന്നെ. ഇല്ല ഇല്ല. നീ തൊപ്പി ആയിട്ട് ഒന്നില് വെച്ചാ? തൊപ്പി മാത്രം? പല തരത്തിലുള്ള തൊപ്പി കേട്ടോ. ഈ തൊപ്പി തൊപ്പി ഇപ്പൊ ഇടാനോ? ഈ മുഖത്ത് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുന്ന സ്പോഞ്ചായി നല്ല തൊപ്പികള്. ഇത് കൈക്ക് ഇട്ട് കൊടുക്കുന്ന ഇത്
കൈക്ക് അങ്ങനെ ഇട്ട് കൊടുക്കരുത് എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ഇതാ ഇത് പ്രധാനപ്പെട്ടൊരു ഗിഫ്റ്റാണ്. ഇത് നമ്മളെ പിന്നെ മറ്റോറ് തന്നതാ, മറ്റേ കോടീശ്വരനായ മൂപ്പറില്ലേ, മൂപ്പറ വകയാ. ഇതാ ഈ കവറ് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ് നമുക്ക് അടുത്തതായിട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. എന്താ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറും അല്ല, ഇതിൻ്റെ അകത്തിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നിൽക്കുക. ഡ്രസ്സിന്റെ കവറാണേ. നോക്കുവാവേ ഉമ്മാൻ്റെ പരിപാടി കണ്ടോ, കവറൊന്നും കിട്ടിയാൽ വിടൂല, ഉള്ള കവറൊക്കെ എടുത്താടെ വെക്കൂ അല്ലേ. ഇങ്ങനെ ആയ എന്നാ ചെയ്യാം നമ്മള്. ഇതിൻ്റെ അകത്ത് ഡ്രസ്സുകൾ കാണിക്കാൻ പോവാണ് ഫ്രണ്ട്സ്. അതാ ഡ്രസ്സ് ട്രൗസർ. അപ്പോൾ ഓലാടെ ഇരിക്കട്ടെ, നമുക്ക് ഈ ഡ്രസ്സെല്ലാം ഒന്ന് നോക്കുക. എൻ്റെ ആടാ അപ്പോൾ ഇത് ഓന് കിട്ടിയ ഒരു നല്ല ഒരു ഇത് ആണ് കേട്ടോ. ഇത് തന്നോലിക്ക് ആരാന്നുള്ള പേര് ഓർമ്മയില്ല. ഇതെല്ലാം കൂടി ചുരുട്ടിയാൻ കിട്ടാ പോരെ ഇതെല്ലാം. നല്ല ട്രൗസറും നല്ല ഒരു അടിപൊളി ഒരു എന്താ ഇഞ്ച ഡ്രസ്സാടാ കാണിക്കുന്നേ. ആ ഓന് തിരിയുന്നുണ്ടാവും അതല്ലോ, ഡ്രസ് എടുത്ത് കളി. ഞാൻ എടുത്ത് നിന്നാ ഒന്ന് മര്യാദക്ക് എടുത്തോ, കരയിപ്പിക്കണ്ട. അടുത്തതായിട്ട് നോക്കുന്നുണ്ടോ, ഇത് നോക്ക്. ഇത് നമ്മളെ എമിൻ മാലിക്ക് എഴുതിയ അവൻ്റെ ഡ്രസ്സ്. ഇത് നമ്മളെ അവൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ, നമ്മളെ പേര് നെയിം റിവീലിന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. എമിൻ മാലിക്ക് എന്നുള്ള ഫുള്ള് അതെവിടെ പോകുമ്പോൾ ഒക്കെ നമുക്ക് ഇടാം. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഇട്ട് കൊടുക്കാം. എൻ്റെ ആവേ അങ്ങനെയൊന്നുമില്ല, ഇപ്പം പറ്റാണ്ടൊന്നുമില്ല, ഏകദേശം പറ്റുന്നതായിരിക്കും. അടുത്തതായിട്ട് അടുത്ത ഇതാ കണ്ടോട്ടോ. ഇതാ അടുത്ത നല്ല അടിപൊളി ഒരു ടീഷർട്ടും ഇതാ ഒരു ട്രൗസറും കേട്ടോ. ഇതൊക്കെ എപ്പോൾ അവന് ഇട്ട് കൊടുക്കാനാവോ മിന്നോ, എവിടെയെങ്കിലും ഒന്ന് പോകും. ഇതൊക്കെ അവന് പറ്റൂ കേട്ടോ. ആ പറ്റുന്ന വേറെ എടുത്ത് നോക്കണോ, എനക്കറിയാം. അളവ് ഉണ്ടായിരുന്നു നമ്മൾ സുന്നത്ത് ചെയ്യാൻ പോകട്ടെ, ഞാൻ വിചാരിച്ചു അളവ് വെച്ച് നോക്കി എടുത്തേക്കണം, മാറ്റി വെക്കണം. ഇതാ അടുത്തായിട്ട് ഇതെല്ലാം അവന് പറ്റൂ. വേസ്റ്റ് കോട്ട് മോഡൽ സ്മോള്, അത് പക്ഷേ ഫുൾ സെറ്റാ. അങ്ങനെ ബാബാ സൂട്ട് ഇനി അവനെടുത്തോ, ഞങ്ങോട്ട് എടുത്തോ. എൻ്റെ ബാവേ എടുത്തോ. ഓ എടാ നീ സമ്മതിക്കൂല. ഒരു കാര്യം ചെയ്യാം, ഇനി എന്നാലും അവനെ പിന്നെ ഉറക്കിക്കോ, ഞാൻ എടുത്തോളുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കട്ടെ, എല്ലാവരും ഒന്ന് സംതൃപ്തി അടിയട്ടെ. അവന് പറ്റാത്ത ഏതെങ്കിലും ഉണ്ടാവും. ഇനി ചെറുതായി പോയത് ഇതിൻ്റെ അകത്ത് ചെറുതായി പോയതുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബർ ആർക്കെങ്കിലും ഗിവ് അവേ കൊടുക്കാനും അല്ലേ, ആർക്ക് ഉപകാരമുള്ളവർക്ക് കൊടുക്കാനും. എൻ്റെ ആടാ വാവേ കരയില്ലടാ, ചെറുതായി ചെറുതൊക്കെ അന്നേരം തന്നെ മാറ്റി വെച്ചു. ഇതല്ലാണ്ട് വേറെ ഉണ്ടായിനോ ഉപയോഗിച്ചതാ അല്ലേ. എന്നാലും ഞാൻ കടത്തിക്കോ, ഞാൻ കാണിച്ചു തരാം. മോനിപ്പം കരയുന്നില്ലല്ലോ, ഇവിടെ എത്തിയാലും കരയുന്നില്ല അല്ലേ. അപ്പോൾ വീഡിയോ വ്ളോഗിങ് ആണല്ലോ അവൻ്റെ പ്രശ്നം, വീഡിയോ ഇഷ്ടമില്ല. എടാ എന്നായിക്കോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് മിന്നു പോയി, നമുക്ക് 4 ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് വീഡിയോ എല്ലാം നിർത്താം. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, നമ്മൾ വിചാരിക്കും പോലെ അങ്ങ് വീഡിയോ എടുക്കാനൊന്നും പറ്റൂലല്ലോ. വാവയും കൂടെ അതിന് സഹകരിക്കണമല്ലോ. വാവ പെട്ടെന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയാൽ, അതുകൊണ്ട് ഓനെ പിന്നെ ഫീഡിങ്ങിനും കാര്യമെല്ലായിട്ട് ഓല് പോയതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബാക്കി കാണുമല്ലോ. എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരല് ഒരു സന്തോഷമല്ലേ, നമ്മളൊരു ഫാമിലി അല്ലേ നിങ്ങൾ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയ നിങ്ങൾക്കും കാണിച്ചു തരല്, അതുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കണ്ടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ, ഇതെങ്ങനെയുണ്ട് ഡ്രസ്സ്? ഇത് ഇതിൻ്റെ
കോട്ടൊക്കെ ഉള്ള ഇത് തന്ന ആരെങ്കിലും നമുക്ക് ഇതിൽ തന്ന ഗിഫ്റ്റുകളൊക്കെ തന്നോലുണ്ടല്ലോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് എന്നിട്ടൊരു കമൻറ്റ് ഇട്ടു കേട്ടോ. ഓക്കെ, ഇത് സൂപ്പറല്ലേ? നമുക്ക് അടുത്ത കാണാം. കാണിച്ചിട്ട് അതേപോലെ മടക്കി വെച്ചിക്കില്ല ഓളരുത് നിനക്ക് കിട്ടും, അതുകൊണ്ടാണുള്ള മെനക്കേട് ഇത്. അതുപോലെ തന്നെ ചുരുട്ടി വെക്കണം. അടുത്തായിട്ട് ട്രൗസറും ഇതിൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. ആ യെസ്, ഇതായിരിക്കും ഇതിൻ്റെ കൂടെ. ഇതാണോ? ഇതെന്തെല്ലോ ആണല്ലോ. ആ, ഒരു നീല ട്രൗസർ അടിപൊളി അല്ലേ? വൈറ്റ് ഇതാ ചെറിയ ടീഷർട്ട്, ഇതൊക്കെ അവനിപ്പം പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിലിടുന്നതിൻ്റെ ബാബാ സൂട്ട് പോലത്തെ ഒരു സാധനം, ഇതൊക്കെ അവനിപ്പോൾ ഇടാൻ പറ്റിയ സൈസ് സാധനങ്ങളാട്ടോ. ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഓക്കെ, പിന്നെ ഇതാ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓവർ കോട്ട് പോലെ ബാബാ സൂട്ട് പോലെ ഇടാൻ പറ്റിയ ഇതാണ് കേട്ടോ ഇത്. പിന്നെ ഇതൊരു ടർക്കി മോഡൽ. ഇതാ ടർക്കി മോഡൽ മറ്റേ ഇങ്ങനെ കുറച്ച് തണുപ്പത്തൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ ഇത്. മാഷാ അല്ലാ. ഓക്കെ, അടുത്ത ഇതാ അടുത്ത നല്ല അടിപൊളി ഒരു ട്രൗസറും അതിന് പറ്റിയ ഒരു ഷർട്ടും. ഇതൊക്കെ അവനിപ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പ് സാധനങ്ങളാണ്. ഇങ്ങനെ വള്ളിയായിട്ട് ഉള്ളതാ. ഈ വള്ളി എടുക്കുവാനാവില്ല, ഇത് ജോയിൻ്റ് ആയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ, ഇത് അനക്കുവാനാവില്ല. ഷർട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ട്രൗസർ അവിടെ കൊടുക്കുന്നുണ്ടല്ലേ, അങ്ങനെ കഴിക്കാം. ബാബാ സൂട്ട് ഇതും ഇപ്പോൾ ഇടാം, അതവിടെ മാറ്റി വെക്കുക. പിന്നെ അടുത്ത ചെറിയ ചെറിയ ട്രൗസർ കേട്ടോ. ഇതെല്ലാം ഇപ്പോൾ ഇടാൻ പറ്റിയതാണ്. നല്ല ട്രൗസർ. ഐഷ്, ഇതാ നല്ല അതിന് പറ്റിയ നല്ല അടിപൊളി. ഇതാരാ തന്നെന്ന് ഓർമ്മയുണ്ടോ? ഇതാ അതവിടെ വെക്കാം. അടുത്ത നല്ല ഡ്രസ്. ഇതാ ഐഷ്, മുറ്റിന് പറ്റിയ സാധനങ്ങൾ ഇപ്പോൾ ഇടാൻ പറ്റും. ഇത് കുറച്ച് വലുതാ, ഇതിപ്പം പറ്റൂല, നമുക്ക് അതിൽ വെക്കാം. ഇതൊന്ന് അലക്കണം കേട്ടോ. ഇമ്മൽ എന്തോ ഒരു വെള്ള ആയതുകൊണ്ടേ എന്തോ ഒരു കുത്ത് വന്നിക്ക്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഇതാ ഐഷ്, ഇതെങ്ങനെയുണ്ട്? ഇതും ഇതാ രണ്ട് മോഡൽ. ഇതൊക്കെ അവന് പറ്റുമോയെന്ന് ചോദിച്ചാൽ ഇത് പറ്റും. ഇതും പറ്റായി ഒന്നുമില്ല. ഇതാ ഈ ട്രൗസർ കുറച്ച് വലുതാ. ഇതും ട്രൗസർ കേട്ടോ. ആ ട്രൗസറും അതും സെറ്റായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒപ്പരം തന്നെ വെക്കുക. അത് പിന്നെ എടുക്കുക. മാത്രമായിട്ട് ഇട്ടാലേ ഉണ്ടാവില്ല. അടുത്ത ഇതാ. ഇത് രസമല്ലേ കാണാൻ? എനക്കൊന്നും ഇത്ര ഒന്നും കിട്ടിക്ക്. കിട്ടിക്ക് എന്നെല്ലാം ചെറുപ്പത്തിൽ ഇപ്പം ഗൾഫിലേനു. ഇപ്പം ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കിട്ടീന്. നല്ലൊരു ട്രൗസർ കേട്ടോ. മോനിപ്പോൾ ഇടാൻ പറ്റിയ സൈസാണ്. അപ്പോൾ അതും ഇതും ഒപ്പരമുള്ളതായിരിക്കുമോ? അല്ല, ആ ട്രൗസറിൻ്റെ കൂടെയുള്ള ഏതായിരിക്കുമോ? ഇതൊക്കെ ഇപ്പോൾ ഇടാൻ പറ്റിയ മോഡലാണ്. ഇത് വള്ളി. ഇതിപ്പോൾ ഓന് പറ്റായി ഇല്ല എങ്കിലും അടുക്കട്ടെ. ഇതിപ്പോൾ ഇടാൻ പറ്റിയതാ. അടുത്ത ഇതാ നല്ലൊരു പാൻറ്റാണ് കേട്ടോ. നമ്മൾ പെരുന്നാൾക്കൊക്കെ ഇടാൻ പറ്റിയതാ, മോഡലാണ്. അപ്പോൾ നമുക്കിത് അവിടെ വെക്കുക. ഇതിലേതെങ്കിലും ഒന്ന് പെരുന്നാൾക്ക് ഇട്ടാലോ എന്ന് മിന്നു പറയുന്നത്. എന്തെങ്കിലും ഒന്ന് ചെറുത് വാങ്ങണം, ഒരു ഓർമ്മയല്ലേ, ആദ്യത്തെ പെരുന്നാളല്ലേ അവൻ്റെ. നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഇതിലേതെങ്കിലും എടുത്താൽ മതിയോ അല്ലെങ്കിൽ വാങ്ങണോ? അങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങണോ? എനിക്ക് ഇതിൽ നേരെ എടുത്താൽ മതി എന്നുള്ള മൈൻഡാണ് കേട്ടോ ഉള്ളത്. കാരണം
ഓക്കെ പിന്നെ അവളങ്ങനെ പറയാം പിന്നെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ. ഇതായത് കണ്ടോ, ഇത് കുറച്ചൊരു വീതിയുണ്ട്, കുറച്ച് 2 മാസം അവിടെ കഴിഞ്ഞിട്ട് ആവുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതങ്ങ് വെക്കാം. ഇതാ ബാങ്ക് കൊടുക്കാനായി തോന്നിട്ടോ. ബാങ്ക് കൊടുത്താൽ ഞാനങ്ങ് നിർത്തുമോ? ഇതാ ഇതാ ഐഷ് ബാങ്കാണോ കൊടുക്കുന്നത്? പഠിച്ച നമ്പുരാനെ എടുത്ത ഇത് ഇതെടുത്ത ഇതിപ്പോൾ അവന് പറ്റിയതാ. ഇവിടെ മാറ്റി വെക്കാം. എടുത്ത ഇതാ നേരത്തെ അതിൻ്റെ പാൻറ്റ് ടർക്കി പോലത്തെ അടുത്ത ഇത് കേട്ടോ. ഐഷ് അപ്പോൾ എല്ലാം കാണിച്ച് കഴിഞ്ഞ് ഞാൻ ബാങ്ക് കൊടുത്തിക്കൊന്നൊന്ന് നോക്കട്ടെ. പിന്നെ അവിടെ കുറച്ച് ബോക്സിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു പിങ്ക് കളറ് അതിൻ്റെ ഇതും, പിന്നെ വേറെ ഏതാ ഇതും തൊപ്പിയും വൈറ്റും മാഷും നല്ല കോമ്പിനേഷനാണ് അല്ലേ. ഒരു ഓവർ കോട്ട് പോലത്തെ ഒരു ഇതുമായിട്ട് അതുകൊണ്ട് ബാങ്ക് കൊടുക്കാനായി. ഞാൻ ചെന്ന് നോക്കട്ടെ.